ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നു. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നീ എവിടം വരെ പോകുമെന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. 2 ദിവസം ലോഡ്ജിൽ ഒളിച്ചു കഴിയായിരുന്നു. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ബസ്സിൽ ലൈംഗിക അതിക്രമ നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. അതിനാണോ ഈ പകൽക്കൊള്ളക്കാരെ പോലെ മുഖംമൂടിയൊക്കെ നടക്കുന്നത്? ഇത് മുഖംമൂടിയല്ല സർ, പർദ്ദയാണ്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തതും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വേണ്ട. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ യുവതി ഇതിനോടകം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് നാളെ ആയിരിക്കും പരിഗണിക്കുക. അതിനിടയിലാണ് ഇപ്പോൾ വടകരയിൽ ബന്ധു വീട്ടിൽ വെച്ചുകൊണ്ട് അന്വേഷണ സംഘം ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. നമ്മൾ ഈ കാക്കിയിടുന്നത് നാണം മറയ്ക്കാനല്ലല്ലോ, നിയമം നടപ്പിലാക്കാനല്ലേ. എന്റെ ദേഹത്ത് ഈ യൂണിഫോം ഉള്ളിടത്തോളം കാലം ഞാൻ ആ നിയമം നടപ്പിലാക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപകിന്റെ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കുക എന്നുള്ളതാണ്. അത്തരം സാധ്യതയൊക്കെ ഇല്ലാതാക്കുന്ന നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നതെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. വളരെ കരുതലോടെ വേണം നിത്യ എന്തും ചെയ്യാൻ. ഇനിയും നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവൻ കോടതിയിൽ നിന്നും ഇറങ്ങി പോയിക്കൂടാ. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ACPയുടെ ഓഫീസിലേക്കോ കൊണ്ടുവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായത് തന്നെ അങ്ങനല്ലേ? തന്നെ ഉണ്ടല്ലോ, കൊല്ലാൻ വേണ്ടി ഞാൻ വെട്ടിയെന്ന് വെച്ചോ, ചാകത്തില്ല. ഒപ്പം തന്നെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവിടുന്ന് തുടർ നടപടിയിലേക്ക് നീങ്ങാനുള്ള മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സാറേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അയ്യോ, നോ. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക. ഇവിടെ ഈ വീട്ടിൽ നിന്ന് പലരും ഈ പ്രതിയെ കാണുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അവർ പറയുന്നത് ഇവിടെ വരണം, ആ പ്രതിയെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് അവരിൽ പലരും ഉന്നയിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ വികാരങ്ങൾ അറിയാം. നിങ്ങളുടെ ധാർമ്മിക രോഷത്തെക്കുറിച്ച് ഞാൻ ബോധവാനുമാണ്. ഒരു സാധാരണ പൗരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുക, നിയമം നടത്താൻ അനുവദിക്കണം. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് സാധിക്കാത്തത് ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ആ കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൊലവിളിയാ. അരെ സാർ, ഞങ്ങളിപ്പോ ഫേമസ് അല്ലേ? ഫേമസ് ആയവരെ കാണാൻ ആൾ കൂടു വെച്ച് വെക്കൂ. ആണോ? എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തോടിച്ച് വരാനല്ല, അല്ല വായിൽ ഉപ്പുരസം തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഉൾപ്പുരസം ഇല്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും.